أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيلتي أدركني يا رسول الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് വന്നുപോയ സകലമാന ദോഷങ്ങളും അല്ലാഹു പുറത്തു പെരുമാറാവട്ടെ. ഇനിയുള്ള കാലം നല്ല നിലക്ക് ജീവിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് പലരും. അവിടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് ആലിമീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിച്ച ഒരു സൂറത്താണ്. ഇതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. എന്നാലും ഒരുപാട് മഹത്വങ്ങളാണ് ഈ സൂറത്തിനുള്ളത്. ആ സൂറത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞാലും എഴുതിയാലും തീരുകയില്ല. ചുരുക്കം ചിലത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിക്കുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇൻഷാ അല്ലാഹ് നല്ല അറിവുകൾ നൽകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു മുഅ്മിനിൻ്റെ വീണുപോയ സമ്പത്താണ് അവൻ്റെ അറിവ്. അത് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കുക എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹയാണ് ആ സൂറത്ത്. 5 വക്ത നിസ്കാരങ്ങളിൽ നമ്മൾ ഓതുന്ന, പാരായണം ചെയ്യൽ നിർബന്ധമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളെ വിവരിക്കുകയാണെങ്കിൽ ഒരുപാട് വിവരിക്കാനുണ്ട്. 124 അക്ഷരങ്ങളടങ്ങിയതാണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ മുഴുവനും ഓതിയാൽ, സൂറത്തുൽ ഫാത്തിഹ മുഴുവനും നമ്മൾ ഓതിയാൽ
1,20,000 അംബിയാ മുർസലുകളുടെ പുണ്യം നമുക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ബിസ്മിയോടുകൂടെ 41 പ്രാവശ്യം ഫാത്തിഹ ഓതി രോഗിയെ മന്ത്രിക്കുകയാണെങ്കിൽ രോഗത്തിന് ശമനം ലഭിക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ സുബഹിയുടെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ 41 ഫാത്തിഹ നമ്മൾ ഓതുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശിച്ച അയാൾ ഉദ്ദേശിച്ച ഉയർച്ചയിലേക്ക് അവനെ അള്ളാഹു എത്തിക്കുന്നതാണ്. നമ്മുടെ ഉയർച്ച എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഉയർച്ചയിലേക്ക് അള്ളാഹു അവനെ എത്തിക്കും. സുബഹിയുടെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ 41 തവണ നമ്മൾ ഫാത്തിഹ ഓതുകയാണെങ്കിൽ, അതുപോലെ രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിയ ശേഷം ഇനി പറയുന്ന ദുആ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുന്നതാണ്. ദുആ ഞാൻ വീഡിയോസിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നോക്കി നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ആദ്യം ഞാൻ പറഞ്ഞത് ബിസ്മിൽ ഫാത്തിഹ മുഴുവനും ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ 1,20,000 അംബിയാ മുർസലുകളുടെ പുണ്യം നമുക്ക് ലഭിക്കുമെന്നും 41 ഫാത്തിഹ ബിസ്മിയോടുകൂടി 41 ഫാത്തിഹയോടെ രോഗിയെ മന്ത്രിച്ചാൽ ആ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുന്നതുമാണ്. മറ്റൊന്ന് 41 ഫാത്തിഹ സുബഹിയുടെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ നമ്മൾ ഓതിയാൽ അവൻ ഉദ്ദേശിച്ച ഉയർച്ചയിലേക്ക് അവനെ അല്ലാഹു എത്തിക്കുന്നതുമാണ്. അതുപോലെ രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയും ഈ ദുആയും നമ്മൾ ഓതി മന്ത്രിച്ചാൽ അവൻ്റെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുന്നതുമാണ്. ഈ പറഞ്ഞതല്ലാതെ ഇനിയും ഒരുപാട് ഫാത്തിഹയുടെ മഹത്വങ്ങൾ ഇനിയും വിവരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കാൻ മറന്നു പോകരുത്. ദുആ വസിയത്തുകളും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റു ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട നമ്പർ യൂട്യൂബിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. ഏത് നിലക്കും വാട്സപ്പിലൂടെ ചെല്ലാനുള്ളതും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് അറിയിച്ചു തരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.